നമസ്കാരം. ആരായിരുന്നു കരുതിയത്? ലോകരാഷ്ട്രീയത്തിലെ എക്കാലത്തെയും മാസ് ഡയലോഗ് താരമായ ഡൊണാൾഡ് ട്രംപ് ഒരു യു ടേൺ എടുക്കുമെന്ന്, അതും ഗ്രീൻലാൻഡിന് മേൽ താൻ തന്നെ പ്രഖ്യാപിച്ച വിവാദപരമായ ഇറക്കുമതി തിരിവുകളിൽ നിന്ന്. മഞ്ഞ് മൂടിയ സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ അരങ്ങേറിയ വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ വേദി ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്ന ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു. ഒരു ഹോളിവുഡ് ത്രില്ലറിലെ ക്ലൈമാക്സ് പോലെ നാടകീയമായിരുന്നു ആ കൂടിക്കാഴ്ചയും അതിനെ തുടർന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനവും. ഫെബ്രുവരി 1 പ്രാബല്യത്തിൽ വരാനിരുന്ന ലോകരാഷ്ട്രീയത്തിൽ ചെറിയൊരു ഇടിമുഴക്കം സൃഷ്ടിച്ച ആ തിരിവുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായി ട്രംപ് നടത്തിയ ഒരു ഹെഡ്സ് അപ്പ് മീറ്റിംഗിന് ശേഷമാണ് ഇത്തരത്തിൽ മാറ്റം. എന്താണ് ആ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചത്? റൂട്ടയുടെ നയതന്ത്രപരമായ നീക്കങ്ങളാണോ ട്രംപിന്റെ മനസ്സ് മാറ്റിയത്? അതോ കിങ് ഓഫ് ഡീൽസ് എന്നറിയപ്പെടുന്ന ട്രംപിന്റെ പുതിയൊരു മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാണോ ഇത്? കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നു എന്ന് ട്രംപ് തന്നെ തന്റെ സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഗ്രീൻലാൻഡിനും ആർട്ടിക് മേഖലയ്ക്കും വേണ്ടിയുള്ള ഒരു ഭാവി കരാറിന്റെ രൂപരേഖ തയ്യാറായിട്ടുണ്ടെന്നും ഈ പരിഹാരം അമേരിക്കയ്ക്കും എല്ലാ നാറ്റോ രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമാകുമെന്നും ട്രംപ് തന്റെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. എന്തായാലും ഒരു കാര്യത്തിൽ സംശയമില്ല, ട്രംപിന്റെ ഓരോ നീക്കങ്ങളും ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ പോലെ ആകാംക്ഷയും അപ്രതീക്ഷിത ട്വിസ്റ്റുകളും നിറഞ്ഞതാണ്. അതേസമയം ഗോൾഡൻ ഡോം പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾ നടന്നുവെന്നും എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതൊരു പൊതുജന താൽപര്യാർത്ഥം പുറത്തുവിട്ട പ്രഖ്യാപനം മാത്രമാണോ, അതോ ഗോൾഡൻ ഡോം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ വരും നാളുകളിൽ ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു വൻ പ്രൊജക്ടിന് ട്രംപ് ചുക്കാൻ പിടിക്കാൻ ഒരുങ്ങുകയാണോ? ഇതൊക്കെയാണ് ചർച്ചാ വിഷയമായി മാറുന്നത്. എന്തായാലും സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിനിടെ ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിൽ ഉടൻ ഒപ്പുവെക്കുമെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ദാവോസ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ നേതാക്കളെ അഭിസംബോധന ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മികച്ച നേതാവ് എന്നും തന്റെ വലിയ സുഹൃത്ത് എന്നും വിശേഷിപ്പിച്ച ട്രംപ് ഇന്ത്യയുമായി കരാർ ഉടൻ ഉണ്ടാക്കുമെന്ന് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തനിക്ക് വലിയ ബഹുമാനമുണ്ട്, അദ്ദേഹം തികച്ചും അത്ഭുതകരമായ വ്യക്തിത്വമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വ്യാപാര ഇടപാടുകളെ സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായി ഞങ്ങൾ മികച്ചൊരു കരാറിൽ ഏർപ്പെടാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാപാര കരാറുകൾ തീരുമാനമാക്കുന്നത് സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ദാവോസ് ഉച്ചകോടി ചർച്ചയായതിനു പിന്നാലെയാണ് ഇന്ത്യ US വ്യാപാര ബന്ധത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ പ്രസ്താവന പുറത്തുവന്നത്.